ചൂരൽമല മുണ്ടക്കൈ ദുരന്തം കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് മുന്നിൽ പക്ഷേ കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ മറ്റ് പലയിടങ്ങളിലും സമാനമായിട്ടുള്ളത്രക്ക് വലുതല്ല പക്ഷേയെങ്കിലും വലിയ ദുരിതം ആ പ്രദേശത്തുള്ള ആളുകൾക്ക് വിതക്കുന്ന വിധത്തിൽ വലിയ മഴയും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട്. ശക്തമായ മഴയ്ക്ക് പുറമെ വയനാട്ടിലെ ഉരുൾപൊട്ടലും ബാണാസുര സാഗർ അണക്കെട്ട് തുറന്നതും കോഴിക്കോട് കണ്ണാടിക്കലിൽ പ്രളയത്തിന് സമാനമായ സാഹചര്യത്തിനാണ് കാരണമായിരിക്കുന്നത്. 150ഓളം കുടുംബങ്ങൾ കഴിഞ്ഞ 2 ദിവസമായി ക്യാമ്പുകളിൽ കഴിയുകയാണ്. അവിടെ ഒഴുക്ക് കുറയുന്നുണ്ടെങ്കിലും വീട്ടിലേക്ക് എപ്പോൾ മടങ്ങാനാകും എന്ന ആശങ്കയാണ് ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്കെല്ലാം ഉള്ളത്. വീട്ടിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്, പക്ഷേ അത് വീണ്ടും മഴ തുടരുന്നതുകൊണ്ടുള്ള ആശങ്ക അങ്ങനെ തന്നെ നിൽക്കുകയുമാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ശാന്തകുമാർ നമ്മോടൊപ്പം ചേരുന്നൊരു. ശാന്തൻ, പൂർണ്ണമായിട്ടും നമ്മുടെ ശ്രദ്ധ വയനാട്ടിലേക്കും ആ ഭാഗത്തേക്കൊക്കെ ആണ്. പക്ഷേ ഇവിടെയും സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ തന്നെയാണ്, ദുരിതം സമാനമായി തന്നെയാണല്ലോ അവിടെ ആളുകൾ അനുഭവിക്കുന്നത്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? മഴ ഇപ്പോഴും ഉണ്ടോ? എന്താണ് ഒടുവിലത്തെ വിവരങ്ങൾ? വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലുമുണ്ടായ ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ തന്നെ നാദാപുരത്തിനടുത്ത് വിലങ്ങാടും മല ഇടിയുകയും വലിയ തോതിൽ ഉരുൾപൊട്ടലുണ്ടാവുകയും ചെയ്തതാണ്. 18ഓളം വീടുകൾ പൂർണ്ണമായും ആ ഉരുൾപൊട്ടലിൽ തകർന്നിരുന്നു. 80ഓളം വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. 15ഓളം പാലങ്ങൾ അവിടെ നിന്നും ഒലിച്ചു പോയിട്ടുണ്ട്. ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്നുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടും മുന്നറിയിപ്പ് കൊണ്ടും പല കുടുംബങ്ങളെയും വളരെ വേഗത്തിൽ അവിടെ നിന്ന് അകറ്റിയതുകൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായത്. അതിൽ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്ന ഒരു റിട്ടയർഡ് അധ്യാപകനെ കാണാതാവുകയായിരുന്നു. ആ റിട്ടയർഡ് അധ്യാപകന്റെ മൃതദേഹം ഇന്നാണ് ലഭിച്ചത്. അതായത് കോഴിക്കോട് ജില്ലയിലും സമാന രീതിയിൽ, വയനാട് സമാനം അല്ലെങ്കിൽ കൂടി അത്തരത്തിലുള്ള വലിയ ഒരു ഉരുൾപൊട്ടലും ദുരന്തവും തന്നെയാണ്, ജനങ്ങളെ ബാധിക്കുന്ന വിധത്തിലുള്ള ദുരന്തം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് കണ്ണാടിക്കലാണ്. കണ്ണാടിക്കൽ കഴിഞ്ഞ 3 ദിവസമായി ഇതേ അവസ്ഥ തന്നെയാണ്. ഒരു റോഡാണ്, വലിയ വാഹനങ്ങൾ പോകുന്ന ഒരു റോഡാണ്. ഈ റോഡ് ഇപ്പോൾ ഒരു തോട് പോലെയായി മാറിയിരിക്കുകയാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടലും അതുപോലെ തന്നെ ബാണാസുര സാഗർ അണക്കെട്ട് തുറന്നതും വെള്ളത്തിൻ്റെ ഒഴുക്ക് വളരെയധികം കൂടി പൂനൂർ പുഴയിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടിയതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഈ വെള്ളം നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒഴുകി വരുന്നത് പല വീടുകളെയും, ഈ പ്രദേശത്തുള്ള ഏകദേശം 250ലധികം വീടുകളെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. വീടുകളിൽ നിന്നും ഇവരെ പല ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം വരെ ഫയർഫോഴ്സും പോലീസും എല്ലാം സുരക്ഷാ സംവിധാനങ്ങളും മറ്റ് ക്യാമ്പുകളിലെത്തി ഇവർക്ക് വേണ്ട നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിലും ഇന്ന് അഗ്നിശമന സേനാ വിഭാഗമോ അല്ലെങ്കിൽ മറ്റ് ഔദ്യോഗിക സംവിധാനമോ ഒന്നും ഇല്ല. പക്ഷേ വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥ, വീടുകളിലൂടെ വെള്ളം ഒഴുകി പോകുന്ന അവസ്ഥ, വീടുകളിലേക്ക് പോകണമെങ്കിൽ വലിയ തോതിൽ വലിയ രീതിയിൽ അരയ്ക്കൊപ്പമുള്ള വെള്ളത്തിൽ നടന്നു പോകേണ്ട സാഹചര്യം. ഇത് എപ്പോൾ ഇതിന് അറുതി ഉണ്ടാകുമെന്നുള്ള വ്യക്തമായ ഒരു മറുപടിയും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കാത്ത അവസ്ഥ. എന്തായാലും കണ്ണാടിക്കലിലും കോഴിക്കോട് ജില്ലയിൽ പൊതുവെയും വലിയ തോതിലുള്ള നാശനഷ്ടവും ഒപ്പം തന്നെ വലിയ ദുരിതവും തന്നെയാണ് ജനങ്ങൾ അനുഭവിക്കുന്നത് ഇപ്പോഴും. സനീഷ്, നന്ദി ശാന്തൻ വിവരങ്ങൾക്ക്. വടക്കൻ ജില്ലകളിൽ കനത്ത മഴ പലയിടത്തും തുടരുകയാണ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തം അത്രമേൽ വലുതായതുകൊണ്ട് നമ്മുടെ പൂർണ്ണ സംവിധാനങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ലെങ്കിൽ തന്നെയും വലിയ തോതിൽ അവിടെയും ദുരിതാശ്വാസ ക്യാമ്പുകളും മറ്റും തുറക്കേണ്ടുന്ന സാഹചര്യമാണുള്ളത്. നിരവധി വീടുകൾ, ശാന്തൻ അത് കാര്യം വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തു, നിരവധി വീടുകൾ ഇങ്ങനെ പ്രയാസത്തിൽപ്പെട്ട് കിടക്കുകയാണ്. ആളുകൾ മാറി താമസിക്കുകയാണ്. വലിയ പ്രയാസമാണ് അവർ അനുഭവിക്കുന്നത്. ഇത് 3-4 ദിവസം ഇങ്ങനെ വെള്ളം നിൽക്കുന്ന, ഡാം തുറന്നതിന് ശേഷം വെള്ളം ഇങ്ങനെ വരും. അല്ലാതെ മഴവെള്ളം വന്നിട്ടുള്ള വെള്ളമല്ലത്. ഇതിനെക്കൊണ്ട് അധികം വീട്ടുകാരും, കണ്ണാടിക്കലുള്ള വീട്ടുകാരും ഭയങ്കര ബുദ്ധിമുട്ടാക്കുക. എല്ലാവരും ഓരോ കുടുംബക്കാരുടെ വീട്ടിലേക്ക് അവിടേക്കും ഇവിടേക്കും പോവുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ പല സ്ഥലത്ത് പല രോഗങ്ങളായതുകൊണ്ട് പോകാൻ പറ്റും.